ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം 13-ാം അധ്യായം ആരംഭിച്ചിട്ടുണ്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം. അപ്പൊ അതിന്റെ തുടക്കത്തിലൊരു കുറച്ച് കാര്യങ്ങൾ പ്രഭുപാദ് എഴുതുന്നുണ്ടല്ലോ, ശ്ലോകങ്ങൾ തുടങ്ങുന്നതിന് മുൻപ്. അതില് പറയുന്നു, ആദിലീല ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൃഹസ്ഥ ജീവിതം സമഗ്രമായി വിവരിക്കുന്നു. അപ്പൊ ഇനി മുതല് 13 മുതല് 17 എത്രയാണ് അവസാനത്തെ 17 അല്ലേ? 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ 5 അധ്യായം. അതിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം മുതൽ 24 വയസ്സ് വരെ, അതായത് മഹാപ്രഭു സന്യാസം എടുത്ത് ബംഗാളിൽ നിന്ന് പുരിയിലേക്ക്, ജഗന്നാഥ് പുരിയിലേക്ക് പോകുന്നത് വരെയുള്ള ആ ആരംഭഘട്ടത്തിലുള്ള ലീല, അതാണ് ആദ്യ ലീല, ആദ്യ 24 വർഷം. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് അടുത്ത 24 വർഷം സന്യാസ ജീവിതമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ. 48 വർഷമാണ് മഹാപ്രഭു ഉണ്ടായിരുന്നത് ഈ ലോകത്തിൽ. അപ്പൊ ആ രണ്ടാമത്തെ 24 വർഷത്തിന്റെ ആദ്യ 6 വർഷങ്ങൾ, ആ സമയത്താണ് ദക്ഷിണ ഭാരത പര്യടനമൊക്കെ ചൈതന്യ മഹാപ്രഭു നടത്തിയത്. ആ സമയത്താണ് മഹാപ്രഭു പല പ്രധാന ലീലകളും ആ സമയത്താണ്, ആ 6 വർഷത്തിനകത്താണ് ചെയ്തത്. വൃന്ദാവനത്തിലേക്ക് യാത്ര ചെയ്യുന്നതും, അതുപോലെ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി അവരെയൊക്കെ കൃഷ്ണാവബോധം പഠിപ്പിക്കുകയും, അതുപോലെ സാർവഭൗം ഭട്ടാചാര്യരുടെ സാർവഭൗം ഭട്ടാചാര്യരുമായിട്ടുള്ള സംവാദം, പിന്നെ ജഗന്നാഥ് പുരിയിലെ രഥയാത്ര ലീലകൾ, അതുകൂടാതെ നമ്മുടെ രാമാനന്ദരായരുമായിട്ടുള്ള ദക്ഷിണ ഭാരതത്തിൽ വരുന്ന സമയത്ത് സംഭാഷണം, ഇങ്ങനെ മഹാപ്രഭുവിന് ശിക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഈ 25 മുതൽ 30 വയസ്സ് അല്ലെ, 25, 31, ആ 6 വർഷങ്ങൾക്കകത്താണ് ഇതൊക്കെ നടന്നത്. അപ്പൊ അതിനെ ചേർന്ന്, പക്ഷേ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങളാണല്ലോ ഏറ്റവും പ്രധാനം, അല്ലെ? അതുകൊണ്ട് അത് 6 വർഷം മാത്രം ഉണ്ടെങ്കിൽ പോലും 5 വോള്യങ്ങളായിട്ട്, മധ്യലീലയായിട്ട് 25 അധ്യായങ്ങളായിട്ട് അതിനെ ബൃഹത്തായിട്ട് വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ ചൈതന്യ ചരിതാമൃതം മൊത്തം 9 പുസ്തകങ്ങളാണ്, 9 വോള്യങ്ങളാണ്. ആദിലീലയിലെ 2 വോള്യങ്ങൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ വോള്യത്തിലാണ് ഉള്ളത്. പിന്നെ അന്ത്യലീല, അവസാനത്തെ ലീലകള്, അതും 2 വോള്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷേ മധ്യലീല ഈ 6 വർഷക്കാലത്തെ, 24 വയസ്സിന് ശേഷമുള്ള അടുത്ത 6 വർഷക്കാലത്തെ ലീലകള് 5 വോള്യങ്ങളായിട്ട് അത്രയും ബൃഹത്തായിട്ട് വിവരിച്ചിട്ടുണ്ട്. പ്രഭുപാദ് അതിന് പലതിനും വളരെ വിശദമായ ഭാവാർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഗുണ്ടിച്ച മാർജനം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ലീലകൾ, വളരെ അർത്ഥവത്തായ ലീലകൾ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ മധ്യലീല വളരെ ഒരു ആനന്ദകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. ഈ ആനന്ദകരം അല്ലാത്ത അനുഭവം ചൈതന്യ ചരിതാമൃതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മള് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ചൈതന്യ ചരിതാമൃതം ഒരിടത്ത് പറയുന്നത്, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു മാമ്പഴമാണ്, നിഗമകൽപ്പതരോർ ഗളിതം ഫലം. അതിന് അകത്ത് വിത്തില്ല, പുറത്ത് തൊലിയില്ല, ജസ്റ്റ് ജ്യൂസ് മാത്രമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചൈതന്യ ചരിതാമൃതത്തിന് എന്തോട് ഉപമിക്കുക എന്നുള്ളത് ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത്രയും മാധുര്യമാണ് ചൈതന്യ ചരിതാമൃതം. സോ മധ്യലീല അങ്ങനെ. പിന്നെ അവസാനത്തെ 18 വർഷങ്ങൾ ചൈതന്യ മഹാപ്രഭു മെയിൻലി ജഗന്നാഥ് പുരിയിലാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ആലാർനാഥ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോ ആ 18 വർഷങ്ങള് അന്ത്യലീലയായിട്ട് വരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അച്ഛനമ്മമാരുടെ പേര്. അച്ഛനമ്മമാരുടെ പേര്, അച്ഛന്റെ പേര് ജഗന്നാഥ മിശ്ര, അമ്മയുടെ പേര് സച്ചി മാത. സോ ജഗന്നാഥ് മിശ്ര ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്രീഹട്ടവാസിയായ, ശ്രീഹട്ട എന്ന് പറയുന്നത് ഇന്ന് ബംഗ്ലാദേശിൽ സിൽഹെറ്റ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. SYLHET, സിൽഹെറ്റ് എന്നാണ് ഇന്നത്തെ ബംഗാളി പേര് അതിന്. പക്ഷെ ഒറിജിനലി എൻ്റെ പേര് ശ്രീഹട്ട. അവിടെയായിരുന്നു ഉപേന്ദ്ര മിശ്രൻ എന്ന് പറയുന്ന പണ്ഡിത ബ്രാഹ്മണന്റെ മകനായിരുന്നു ജഗന്നാഥ മിശ്ര. പറയുന്നു അച്ഛന്റെ പേര് ഉപേന്ദ്ര മിശ്ര, മകൻ ജഗന്നാഥ മിശ്ര. അപ്പോ അവിടെ ബംഗ്ലാദേശിൽ ജനിച്ച പണ്ഡിത ബ്രാഹ്മണന്റെ മകനായിരുന്ന ജഗന്നാഥ് മിശ്ര
എന്തിന് നവദ്വീപിലേക്ക് വന്നു? കാരണം അക്കാലത്ത് നവദ്വീപായിരുന്നു പണ്ട് കാശി എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലം വിദ്യാഭ്യാസത്തിന് പ്രശസ്തമായിരുന്നു, അല്ലെ? ഹയർ എഡ്യൂക്കേഷൻ, വേദിക് എഡ്യൂക്കേഷൻ ഒക്കെ വേണമെങ്കിൽ എന്താണ് ഒരു പ്രധാന യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ള സർവകലാശാലകൾ, സോറി, സർവകലാശാല നഗരങ്ങളിലേക്ക് ജനങ്ങൾ പോവാറുണ്ട്, ഇല്ലേ? പണ്ടത്തെ കാലത്ത് നളന്ദ, തക്ഷശില, പിന്നെ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു, അവിടേക്കാണ് ആൾക്കാർ പോവാറ്. പിന്നീട് കാശി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ സ്ഥലം എന്തായാലും പറയാ, ഇന്നും നോക്കിയാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് കാശിയിൽ ഇപ്പോഴും ഉണ്ട്, വാരാണസിയിൽ. പിന്നെ അതുകൂടാതെ ഈ സ്ഥലമുണ്ട്, എന്താണ്, ഉജ്ജയിൻ. ശ്രീകൃഷ്ണ ഭഗവാൻ വിദ്യാഭ്യാസം ചെയ്ത സാന്ദീപനി മുനിയുടെ ആശ്രമമുള്ള ഉജ്ജയിൻ എന്നുള്ള സ്ഥലമുണ്ട് മധ്യപ്രദേശില്. അതും ഒരു വിദ്യാഭ്യാസത്തിന് പേരുകേട്ട നഗരമായിരുന്നു. ഇങ്ങനെ കുറെ നഗരങ്ങളുണ്ട് ഭാരതത്തിലുടനീളം. പക്ഷേ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടം ആയപ്പോൾ നവദ്വീപ് എന്ന് പറയുന്ന സ്ഥലം ഈ ഭാരതഭൂമിയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസത്തിനും വൈദിക ശാസ്ത്രത്തിനും തർക്കം, ന്യായം, സംസ്കൃതം, പുരാണം, കാവ്യം, ഇതിനൊക്കെ പേര് കേട്ടതായിട്ട് നവദ്വീപ് മാറി. അതില് ചില വ്യക്തിത്വങ്ങൾ, ആ മാറ്റത്തിന് കാരണക്കാരായിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയാണ് നീലാംബര ചക്രവർത്തി. മറ്റൊരു വ്യക്തി സാർവഭൗമ ഭട്ടാചാര്യൻ തന്നെയായിരുന്നു. സാർവഭൗമ ഭട്ടാചാര്യര് പുരിയിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമൊക്കെ ആ, നവദ്വീപാണ്. വിദ്യാനഗരം എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെയുണ്ട്. നമ്മള് നവദ്വീപ് പരിക്രമയിലൊക്കെ പോകുമ്പോൾ വിദ്യാനഗറിൽ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കാറുണ്ട്. ആ പരിക്രമ റൂട്ടിൽ വരുന്ന സ്ഥലമാണ് വിദ്യാനഗർ. സോ അവിടെയായിരുന്നു, നമ്മൾ നേരത്തെ വായിക്കുകയും ചെയ്തു ഒരു ഭാവാർത്ഥത്തിൽ, സാർവഭൗമ ഭട്ടാചാര്യരുടെ പൂർവികം നവദ്വീപായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ടും, പിന്നീട് ചൈതന്യ മഹാപ്രഭു സ്വയം നിമായി പണ്ഡിറ്റ് വന്ന് കേശവ കാശ്മീരിയെ പോലെയുള്ള വലിയ പണ്ഡിത വര്യന്മാരെ തോൽപ്പിച്ച സമയത്ത് നവദ്വീപിന്റെ പ്രശസ്തി ഒന്നുകൂടി, എന്താ പറയുക, പത്തിരട്ടിയായി. സോ അങ്ങനെ അതുകൊണ്ട് ആ സ്ഥലത്ത് വന്ന് പഠിക്കണം, നീലാംബര ചക്രവർത്തിയുടെ കീഴ് വൈദിക വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞ് ജഗന്നാഥ് മിശ്ര ഈ പറയുന്ന ശ്രീഹട്ടയിൽ നിന്ന് യാത്ര ചെയ്ത് നവദ്വീപിലേക്ക് വന്നു. അങ്ങനെ ജഗന്നാഥ് മിശ്ര നീലാംബര ചക്രവർത്തിയുടെ തന്നെ മകളായ സചി മാതാവിനെ, ശചി ദേവിയെ ആര് ജഗന്നാഥ് മിശ്ര വിവാഹം ചെയ്യുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു പശ്ചാത്തലം. ശചി ദേവിയുടെ ഈ പറഞ്ഞ പോലെ അച്ഛൻ നീലാംബര ചക്രവർത്തി, സച്ചി മാതാവിന് രണ്ട് സഹോദരന്മാരും ഉണ്ടായിരുന്നു. 3 പേരായിരുന്നു അവര്. സച്ചി മാതാ, പിന്നെ അത് കൂടാതെ യോഗേശ്വരൻ, രത്നഗർഭൻ എന്ന് പറയുന്ന 2 സഹോദരന്മാരും നീലാംബര ചക്രവർത്തിയുടെ മറ്റു പുത്രന്മാരും. ഒരാളുടെ പേര് യോഗേശ്വരൻ, മറ്റൊരാളുടെ പേര് രത്നഗർഭൻ. അങ്ങനെയുള്ള 2 സഹോദരന്മാരും സച്ചി മാതാവിന് ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണലീലയില് സച്ചി മാതാവ് ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. യശോദയുടെ അവതാരമാണ് സച്ചി മാതാവ്. അപ്പോ സച്ചി മാതാവിന്റെ പിതാവായ നീലാംബര ചക്രവർത്തി യശോദയുടെ പിതാവായ സുമുഖന്റെ അവതാരമാണ്. യശോദയുടെ പിതാവിന്റെ പേര് സുമുഖൻ. പിന്നെ യശോദയുടെ അമ്മയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? പാതാള ദേവി. ഇങ്ങനെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ സച്ചി ദേവി 8 സന്താനങ്ങൾക്ക് ജന്മം നൽകി. എല്ലാം പുത്രിമാരായിരുന്നു, അല്ലെ, പെൺകുട്ടികളായിരുന്നു. ആദ്യത്തെ സച്ചിദേവിയുടെയും ജഗന്നാഥ് മിശ്രയുടെയും 8 കുട്ടികളും പെൺകുട്ടികളായിരുന്നു. ആ സന്താനങ്ങളെല്ലാം ജനിച്ച് അധികം വൈകാതെ മരിക്കുകയും ചെയ്തു. 9ാമതും ഗർഭം ധരിച്ച ശചിദേവി ഒരു പുത്രന് ജന്മം നൽകി.
അവിടുന്ന് വിശ്വരൂപൻ എന്ന് നാമകരണം ചെയ്തു. അവിടുന്ന് വിശ്വരൂപൻ എന്ന് നാമകരണം ചെയ്തു. ചൈതന്യ മഹാപ്രഭുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ആ, ഭക്തദാസ് പ്രഭു അത് ചോദിച്ചു ആ അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ സമയത്ത്. ബലരാമൻ രണ്ട് രീതിയിൽ ചൈതന്യ ലീലയിൽ അവതരിച്ചു. ഒന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ജ്യേഷ്ഠ സഹോദരനായ വിശ്വരൂപനായിട്ടും, പിന്നെ നിത്യാനന്ദ പ്രഭു. രണ്ടും ബലരാമന്റെ തന്നെ ആ, രൂപമാണ്. പിന്നെ പത്താമത്തെ എന്താണ് ആ, പത്താമത്തെ മകനായിട്ട്, പത്താമത്തെ സന്താനമായിട്ട് 8 പുത്രിമാരും 9ാമത് വിശ്വരൂപനും 10ാമത് നിമായി വിശ്വംഭരൻ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. ഓക്കെ ആണോ? ഓക്കെ ഉണ്ട്. പിന്നെ 1ാമത്തെ ശ്ലോകത്തിലും കൂടി ഒന്ന് പറയാനുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്കസ് ചെയ്തതാണ്. 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആരുടെ കാരുണ്യത്താലാണോ ഒരു പതിതന് പോലും ഭഗവത് ലീലകൾ വർണ്ണിക്കാൻ കഴിയുന്നത്, ആ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നിൽ പ്രസാദിക്കട്ടെ. അപ്പോ ഭഗവാന്റെ കാരുണ്യം ലേശമുണ്ടെങ്കിൽ സാഹിത്യരചനയിൽ യോഗ്യനല്ലാത്തവൻ പോലും അത്ഭുതകരമായ ദിവ്യകഥകൾ വർണ്ണിക്കാൻ കഴിവുള്ളവനായി തീരും. കൃഷ്ണനെ വർണ്ണിക്കണമെങ്കിൽ ഒരുവന് ശക്തി ലഭിക്കണം. അതാണ് ഇതിൽ പ്രധാന കാര്യം പറയുന്നത്. നമുക്ക് ഭഗവാനെ യഥാർത്ഥത്തിൽ വർണ്ണിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ആവശ്യമുണ്ട്. അല്ലാതെ ആ കാരുണ്യമില്ലാതെ, ആ ശക്തി ഇല്ലാതെ നമ്മൾ വെറുതെ നമുക്ക് ഭഗവാനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പ്രഭുപാദിന്റെ വിവർത്തനങ്ങൾ മാത്രമല്ല, ഭാവാർത്ഥങ്ങളാണ് അല്ലെ, വെറും അർത്ഥമല്ല. വെറുതെ ഒരു ബുദ്ധിപരമായിട്ട് കുറെ എന്തോ എഴുതി വെച്ച്, കുറച്ച് റിസർച്ച് ചെയ്ത് എഴുതി വെക്കുന്ന എന്തോ വിവരണങ്ങളല്ല. ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറയുന്ന കാര്യങ്ങൾ, ആ ലീല. ഇന്നലെ പല ഭക്തന്മാരും പറഞ്ഞു, അജിത മാതാജിയൊക്കെ പറഞ്ഞു, പല ഡിവോട്ടീസും പറഞ്ഞു, നമ്മൾ ചൈതന്യ ചരിതാമൃതം വായിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, സമയത്തിന്റെ ചിറകുകളിൽ കയറി യാത്ര ചെയ്ത്, ഇല്ലേ, ചൈതന്യ മഹാപ്രഭുവിന്റെ ബംഗാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പോലെയും, മഹാപ്രഭുവിന്റെ ലീലകൾ നടക്കുമ്പോൾ അവിടെ നമ്മൾ സന്നിഹിതരായിരിക്കുന്നത് പോലെയും ഒരു പ്രതീതി നമ്മളിത് വായിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള കാരണം ഇതാണ്. പ്രഭുപാദിന്റെ ഭാവാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഭാവം അവിടെ നിന്ന് എടുത്ത് അത് ഒരു കേടും കൂടാതെ, ഒരു മാറ്റവും കൂടാതെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ, കൃഷ്ണനെ വർണ്ണിക്കണമെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിനെ വർണ്ണിക്കണമെങ്കിൽ ഒരുവന് ശക്തി ലഭിക്കണം. കൃഷ്ണശക്തി വിനാനാഹേ താരപ്രവർത്തന. ഭഗവാന്റെ അനുഗ്രഹ ശക്തി ലഭിക്കാത്ത പക്ഷം ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളും കീർത്തിയും അനുചര വിശേഷങ്ങളും പ്രചരിപ്പിക്കാനാവില്ല. അതുകൊണ്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി താൻ ഏറ്റവും പതിതനാണെന്ന് കരുതിയെങ്കിലും അദ്ദേഹത്തിന് ചൈതന്യ ചരിതാമൃതം എഴുതാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മേൽ ഭഗവാൻ സവിശേഷമായ കരുണ ചൊരിഞ്ഞതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയെ കുറിച്ച് പ്രഭുപാദ് പറഞ്ഞു. പ്രഭുപാദ് തന്നെ കുറിച്ച് ഒരിക്കലും പറയില്ല. പക്ഷെ അത് നമ്മൾ വായിച്ചെടുക്കണം. വരികൾക്കിടയിലുണ്ട് അത്, അല്ലെ, ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും. അപ്പൊ അദ്ദേഹം സ്വയം പതിതനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും നാം അങ്ങനെ കരുതാൻ പാടില്ല. മറിച്ച് ഇത്തരം അതീന്ദ്രിയ സാഹിത്യം രചിക്കാൻ കഴിയുന്ന ഏതൊരാളും സമാദരണീയനായ ഗുരുവാണ്. സോ ശീല പ്രഭുപാദിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാര്യം, ആ ഭാവാർത്ഥങ്ങൾ ഇല്ലെങ്കിൽ, ശ്ലോകം മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ 5ാമത്തെ ശ്ലോകം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഓൾറെഡി. വേറൊന്നും ഇല്ലെങ്കിൽ ഈ 5 ശ്ലോകങ്ങളിലോ ഇപ്പൊ പറഞ്ഞതിലോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ 6 മുതൽ തുടരാം. ഹരേ കൃഷ്ണ. എന്താണ്?
ഇല്ല, സംശയമല്ല. നമ്മള് ഇപ്പൊ കൃഷ്ണലീലയും ചൈതന്യലീലയും തമ്മില് കമ്പയർ ചെയ്ത് വരുമ്പോ, അല്ല കമ്പയർ അല്ല, കൃഷ്ണലീലയുടെ തന്നെ ഒരു ഭാഗമായിട്ടാണല്ലോ ചൈതന്യലീലയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോ ഇപ്പൊ ശശി ദേവിക്ക് 8 കുട്ടികള് ജനിച്ച ഉടനെ മരിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. ഇതേപോലെ തന്നെ ദേവകി മാതാവിന് 6 കുട്ടികൾ മരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നു കേട്ടോ. അത് അതെ അത് ശരിയാണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ചോദിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ പ്രഭു ഇങ്ങനെ പറഞ്ഞപ്പോ വിചാരിച്ചു എന്തായാലും മനസ്സിൽ കിടക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹരേ അതെ, ആ കൃഷ്ണ. ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയില്ല. ഈ അതെ. എന്തുകൊണ്ട് മറ്റേ ആറെന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുമില്ല. അതെ. ഷഡ്ഗർഭം പറഞ്ഞിട്ട് അതിന് വിവരണമുണ്ട്. ഉം. ഇവിടെ 8 കുട്ടികള്, 8 പെൺകുട്ടികളാണ്. അവിടെ ആൺകുട്ടികളായിരുന്നു, ഇവിടെ ഉം. പെൺകുട്ടികളാണ് 8 പേര്. ഉം. ആരാണ്, എന്താണ് അതിന്റെ പുറകിലുള്ളൊരു അർത്ഥം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഉം. അല്ല, ഒന്ന് ഓർമ്മിപ്പിച്ചാൽ അത് അങ്ങനെയല്ല. സന്തോഷം. നമ്മളിങ്ങനെ എല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്താണല്ലോ നമ്മൾ പറയുന്നത്. കൃഷ്ണലീലയും ഉള്ളത് ആൾക്കാരൊക്കെ തന്നെ ഇതിൽ വരുമ്പോ നമുക്ക് ആ ഒരു ചിന്ത പെട്ടെന്ന് വന്നുപോയി, അത്രേ ഉള്ളൂ. അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ പ്രഭു. അതെ ഹരേ അതെ. കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഇനി മുന്നോട്ട് വായിക്കാം. ആർക്കെങ്കിലും മറ്റുള്ളവരുടെ പേര് സജസ്റ്റ് ചെയ്യാം. പൊതുവെ വായിക്കാത്തവരെ പ്രോത്സാഹിപ്പിക്കുക. പേര് പറയാനും ഇനി പ്രോത്സാഹനം കൊടുക്കേണ്ടി വരും. ഹരി പോൽ. അതിഷ്ടപ്പെട്ടു. പ്രഭു ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. പ്രോത്സാഹിപ്പിക്കുന്നവരൊരു 4 പേര്, നമുക്ക് പ്രോത്സാഹകര് 4 പേര് വേണം. പേര് പറയാൻ ഒരാളെ, പേര് പറയാൻ ഒരാളെ വെക്കേണ്ടി വരും ആദ്യം. അതെ അതെ അതെ. ഹരേ കൃഷ്ണ. സമയം പോണു. ഹരേ കൃഷ്ണ. ഗ്രൂപ്പുള്ള ആരെങ്കിലും? അത്യാവശ്യം ഞാൻ വായിക്കാം. ശരി, ഹരേ കൃഷ്ണ. എത്ര ശ്ലോകം വരെയാണ്? വായിച്ച് 6 മുതൽ വായിച്ചു തുടങ്ങിക്കോളൂ, എന്നിട്ട് നമുക്ക് നിർത്താനാവുമ്പോ പറയാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. കഹിലാഗന്ധാരംഭേ മുഖബന്ധ യബേകഹി ചൈതന്യലീലാക്രമ അനുബന്ധ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ വിധത്തിൽ ചൈതന്യ ചരിതാമൃതത്തിന്റെ ആമുഖം ഞാൻ അവതരിപ്പിച്ചു. ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ കാലാനുക്രമത്തിൽ വിവരിക്കാം. ശ്ലോകം 7. പ്രഥമേത സൂത്രരൂപേ കരിയാഗണന പാഠേതാഹ വിസ്താരീകരീപാ വിവരണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആദ്യം ഞാൻ ഭഗവാന്റെ ലീലകളുടെ ഒരു സംഗ്രഹം നൽകാം, പിന്നീട് വിശദമായി വിവരിക്കാം. ശ്ലോകം 8. ശ്രീകൃഷ്ണ ചൈതന്യ നവദീപേ അവതാരി ആതാപ ചല്ലിശാവത്സര പ്രകടാ വിഹരി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. നവദ്വീപിൽ അവതരിച്ച ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു 48 വർഷക്കാലം ലീലകൾ ആസ്വദിച്ചുകൊണ്ട് ദർശനമരുളി. ശ്ലോകം 9. ചൗദാശതാസാദാ ചകേ ജന്മേര പ്രമാണ ചൗദശതാ പഞ്ചാനി കൈല അന്തർധാന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ശകവർഷം 1407 അല്ലെങ്കിൽ AD 1486 ആവിർഭവിക്കുകയും 1455 AD 1534 ഈ ലോകത്തിൽ നിന്ന് തിരോഭവിക്കുകയും ചെയ്തു. ശ്ലോകം 10. ശബ്ദിശ വത്സര പ്രഭു കൈലാഗ്രഹവാസ നിരന്തര കൈലാ കൃഷ്ണ കീർത്തന വിലാസ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ചൈതന്യൻ 24 വർഷം ഗൃഹസ്ഥാശ്രമിയായി വസിച്ചു. അവിടുന്ന് എല്ലായ്പ്പോഴും ഹരേ കൃഷ്ണ സങ്കീർത്തന പ്രസ്ഥാന ലീലകളിൽ വ്യാപൃതനായിരുന്നു. ശ്ലോകം 11. ചബ്ദിശ വത്സര ശേഷേ കരിയാ സന്യാസ ആരചബ്ദിശ വത്സര കൈലാ നീലാചലേ വാസ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്.
24-ാമത്തെ വയസ്സിൽ അവിടുന്ന് സന്യാസം സ്വീകരിച്ച് വീണ്ടും 24 വർഷങ്ങൾ അവിടുന്ന് ജഗന്നാഥപുരിയിൽ വസിച്ചു. ശ്ലോകം 12. താരാമധ്യേ ചയാ വത്സരാഗമനാഗമന കഭൂ ദക്ഷിണ കഭൂ ഗൗഡ കഭൂ വൃന്ദാവന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ 24 വർഷത്തിൽ ആദ്യ 6 വർഷങ്ങൾ തുടർച്ചയായി അവിടുന്ന് ചിലപ്പോൾ ദക്ഷിണ ഭാരതത്തിലും ചിലപ്പോൾ ബംഗാളിലും ചിലപ്പോൾ വൃന്ദാവനത്തിലുമായി ചുറ്റി സഞ്ചരിച്ചു. ശ്ലോകം 13. അഷ്ടാദശ വത്സരാരഖില നീലാചലേ കൃഷ്ണപ്രേമാനാമാമൃതേ ഭാസാലാസകലേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. തുടർന്നുള്ള 18 വർഷം അവിടുന്ന് ജഗന്നാഥപുരിയിൽ വസിച്ചു. അമൃതസമാനമായ ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്ത് എല്ലാവരെയും കൃഷ്ണപ്രേമത്തിൽ ആരാധിച്ചു. ശ്ലോകം 14. ഗാർഹസ്ഥ്യേ പ്രഭുരാലീല ആദ്യലീലാഖ്യാന മധ്യ അന്ത്യലീല ശേഷ ലീലാരാധുയീ നാമ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടത്തെ ഗാർഹസ്ഥ്യ ലീലകൾ ആദ്യലീല എന്നറിയപ്പെടുന്നു. പിന്നീടുള്ള ലീലകൾ മധ്യലീല എന്നും അന്ത്യലീല എന്നും അറിയപ്പെടുന്നു. ശ്ലോകം 15. ആദ്യലീല മധ്യേ പ്രഭുരായേക ചരിത സൂത്രരൂപേ മുരാരി ഗുപ്ത കരീലാഗ്രഥിത. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യ ലീലകൾ മുരാരി ഗുപ്ത സംഗ്രഹ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്ലോകം 16. പ്രഭുരായേ ശേഷാലീല സ്വരൂപദാമോദര സൂത്രാകരീ ഗ്രന്ഥിലേന ഗ്രന്ഥേരാഭിതര. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. പിന്നീടുള്ള ലീലകൾ മധ്യലീലയും അന്ത്യലീലയും അവിടത്തെ കാര്യദർശിയായ സ്വരൂപ ദാമോദര ഗോസ്വാമി കുറിപ്പുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്തുകയും ഒരു ഗ്രന്ഥത്തിനുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ശ്ലോകം 17. സൂത്ര േഖിയ ശുനീയ വർണ്ണന കരേന വൈഷ്ണവ ക്രമായേ കരിയ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ 2 മഹത് വ്യക്തികൾ രേഖപ്പെടുത്തിയ കുറിപ്പുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ഭക്തന് ഈ ലീലകൾ ഒന്നൊന്നായി മനസ്സിലാക്കാൻ കഴിയും. ശ്ലോകം 18. ബാല്യ പൗഗണ്ഡ കൈശോര യൗവനാചാരി ഭേദ അതയേവ ആദിഗന്ധേ ലീലാചാരി ഭേദ. വിവർത്തനം അവിടത്തെ ആദ്യ ലീലകളിൽ 4 വിഭാഗങ്ങളുണ്ട്. ബാല്യവും പൗഗണ്ഡവും കൈശോരവും പിന്നീടുള്ള യൗവനവും. ശ്ലോകം 19. സർവസദ്ഗുണപൂർണം താം വന്ദേ ഫാൽഗുനാപൂർണിമാം യസ്യാം ശ്രീകൃഷ്ണ ചൈതന്യോ അവതീർണ കൃഷ്ണനാമഭി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാമ കീർത്തന സമേതനായി അവതരിച്ച ഫാൽഗുന മാസത്തിലെ ആദ്യ പൗർണമി സന്ധ്യയ്ക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ. സർവ ശുഭലക്ഷണങ്ങളും തികഞ്ഞതായിരുന്നു ആ സമയം. ശ്ലോകം 20. ഫാൽഗുന പൂർണിമാ സന്ധ്യായ പ്രഭുരാജന്മോദയ തൈകാലേ ദൈവോഗേ ചന്ദ്രഗ്രഹണാഹയ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ജന്മോദയം കൊണ്ട് ഫാൽഗുന മാസത്തിലെ ആദ്യ പൗർണമി സന്ധ്യാനേരത്ത് യാദൃശികമായി ചന്ദ്രഗ്രഹണവും ഉണ്ടായി. ശ്ലോകം 21. ഹരിഹരി ബലേ ലോകേ ഹരിഹരഷിതാഹന ജന്മില ചൈതന്യ പ്രഭു നാമ ജന്മായ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആഹ്ലാദത്തിമർപ്പിൽ എല്ലാവരും അപ്പോൾ ഹരിഹരി എന്ന് കീർത്തനം ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ആ വേളയിൽ ആദ്യം ദിവ്യനാമത്തെ പ്രത്യക്ഷമാക്കിയ ശേഷം ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. ശ്ലോകം 22. ജന്മബാല്യ പൗഗണ്ഡ കൈശോരായ യുവകാലേ ഹരിനാമാലവോയായില പ്രഭു നാനാചലേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവിടത്തെ ജനനത്തിലും ബാല്യത്തിലും പൗഗണ്ഡത്തിലും കൗമാരത്തിലും യൗവനത്തിലും വിവിധ ഉപായങ്ങളിലൂടെ ജനങ്ങളെ ഹരിനാമം ജപിക്കാൻ പ്രേരിപ്പിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 23. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഇതില് നമ്മള് 18ാമത്തെ ശ്ലോകം നോക്കിയാല് ഭഗവാന്റെ ലീലകൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ?
ബാല്യ, പൗഗണ്ഡ, കൈശോര, യൗവന. അപ്പൊ സാധാരണ കൃഷ്ണലീലകളും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ കാലങ്ങൾ എങ്ങനെയാന്ന് വെച്ചാല്, ബാല്യം എന്ന് വെച്ചാല് ജനനം മുതൽ 5 വയസ്സ് വരെയാണ് ബാല്യം. 6 മുതൽ 10 വരെ പൗഗണ്ഡം, 11 മുതൽ 15 വരെ കൈശോരം, 16 മുതൽ യൗവനമാണ്. അങ്ങനെയാണ് ഒരാൾ യുവാവുന്നത്. ഇപ്പോഴൊക്കെ 18 വയസ്സിലാണ് ലൈസൻസ് കിട്ടുന്നത്, അല്ലേ? പക്ഷേ വൈദിക് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് 16 വയസ്സ് മുതൽ ഒരാൾ യുവാവാണ്. അതിനു മുൻപ് 5 വർഷം വീതം ബാല്യം, പൗഗണ്ഡം, കൈശോരം. ഓക്കെ ആണോ? യെസ്. ഉം. പിന്നെ മറ്റൊരു കാര്യം, ചെറിയൊരു തെറ്റുണ്ട്. മറ്റേ ശ്ലോകം 20 വിവർത്തനത്തില് ഭഗവാൻ ജന്മോദയം കൊണ്ട് കൊണ്ട് എന്നല്ല, കൊണ്ടാന്നായിരിക്കണം, അല്ലെ? ഭഗവാൻ ജന്മോദയം കൊണ്ട ഫാൽഗുന മാസത്തിലെ ആ പൗർണമി സന്ധ്യാ നേരത്ത് യാദൃച്ഛികമായി ചന്ദ്രഗ്രഹണവും ഉണ്ടായി. ശരിയാണ്. ഒരു കൊണ്ടാന്നായിരിക്കണം. പിന്നെ അടുത്തതും ശ്ലോകവും പ്രധാനമാണ്. ആഹ്ലാദത്തിമിർപ്പിൽ എല്ലാവരും അപ്പോൾ ഹരിഹരി എന്ന് കീർത്തനം ചെയ്യുകയായിരുന്നു. എങ്ങനെ ചെയ്യായിരുന്നു? ഇപ്പൊ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഹരി 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 ഹരി. ഹരി പോരാ പോരാ, നമ്മളിപ്പോ ഹരി ഹരി അവതരിച്ചിരിക്കുകയാണ്. ഹരി ഹരിമോഹൻ പ്രഭു ഇല്ലേ? പോരാ, അൺമ്യൂട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഇവിടെ കൃഷ്ണലീല പോലെ ഈ ശ്ലോകത്തില്, കഴിഞ്ഞ 19ാമത്തെ ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുകയാണ്. 20ാമത്തെ ശ്ലോകത്തിൽ, സോറി. അപ്പൊ നമ്മള് ഹരി ഹരി ഉറക്കെ പറയണം. ഹരി 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 ഹരി. നമ്മുടെ 150 ദിവസങ്ങൾക്ക് ശേഷം ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച്, ഇല്ലേ? 151ാമത്തെ ദിവസം ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം നമ്മുടെ വായനയിൽ ഉണ്ടായിരിക്കുകയാണ്. സന്തോഷത്തിന്റെ ദിവസമാണ്. വാസ്തവത്തിൽ എല്ലാവരും പായസവും ലഡുവും മൈസൂർ പാകൊക്കെ ഉണ്ടാക്കി വേറെന്തൊക്കെയാണ് ഇത് കൂടാതെ ഏകാദശിയും ഏകാദശി ആയതുകൊണ്ട് ആരും കഴിക്കില്ല. അല്ല, ഉണ്ടാക്കായിരുന്നു, നാളെ കഴിക്കാൻ. എന്തായാലും ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുകയാണ്. അപ്പോ രസകരം ഇതാണ്, ആഹ്ലാദ തിമിർപ്പിൽ എല്ലാവരും അപ്പോൾ ഹരിഹരി എന്ന് കീർത്തനം ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ആ വേളയിൽ ആദ്യം ദിവ്യനാമത്തെ പ്രത്യക്ഷമാക്കിയ ശേഷം ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. അതൊരു വലിയ കാര്യമാണ്. അതായത് മഹാപ്രഭു അവതരിക്കുന്നതിന് മുൻപ് തന്നെ ഈ ചന്ദ്രഗ്രഹണം എന്നുള്ളത് ഗ്രഹണം അശുഭ സമയമായിട്ടാണ് കരുതപ്പെടുന്നത്, ഇല്ലേ? ജ്യോതിഷപ്രകാരം ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഒക്കെ രാഹുവും കേതുവും ഒക്കെ വന്ന് തേജോമയങ്ങളായ ഈ ദേവന്മാരുടെ ഗോളങ്ങളെ ഈ രാഹുവും കേതുവും വന്ന് വിഴുങ്ങുന്നു, അല്ലെങ്കിൽ അതിനെ മറയ്ക്കുന്നു എന്നുള്ളൊരു ഇതില് ചന്ദ്രഗ്രഹണം ഉള്ള സമയത്ത് എല്ലാവരും ആഹാരം കഴിക്കാറില്ല. പിന്നെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി വെച്ചിരുന്നാല് അതില് ദർഭപ്പുല്ലിട്ട് അതിനെ സംരക്ഷിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? ഇല്ലേ? ഉണ്ട്, കേട്ടിട്ടുണ്ട്, ചെയ്യാറ്. ക്ഷേത്രങ്ങളൊക്കെ നടയടയ്ക്കും. അങ്ങനെയുള്ള ഭഗവാന് തീട്ട് വരുന്നത് കൊണ്ടല്ല, നമുക്ക് അത് അശുദ്ധമായൊരു സമയമായതുകൊണ്ട് പൂജ ചെയ്യാനോ ബാക്കിയൊന്നും ചെയ്യാൻ യോഗ്യമല്ലാത്തൊരു സമയമായതുകൊണ്ട് ക്ഷേത്രം അടച്ചിടുന്നു. ആഹാര പദാർത്ഥങ്ങളിൽ ഈ ദർഭപ്പുല്ല് വെക്കുന്നു. ഇന്നൊക്കെ ഞാനൊരു സ്ഥലത്ത് ആകെ അതെ, ഫ്രിഡ്ജിന്റെ മുകളിലൊരു ദർഭപ്പുല്ല് വെച്ച് കാണാറുണ്ട്. ആ ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ ആവട്ടെ എന്ന് പറഞ്ഞ് മൊത്തക്കച്ചവടമായിട്ട് അതിന്റെ മുകളിലൊരു ദർഭപ്പുല്ലൊക്കെ വെക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പിന്നെ ആൾക്കാർ കുളിക്കാറുണ്ട്. വാസ്തവത്തിൽ നദികളിലൊക്കെ പോയി കുളിച്ച്, ഗംഗ പോലുള്ള പരിശുദ്ധ
പുണ്യ നദികളിൽ സ്നാനം ചെയ്യാറുണ്ട്. ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് പണ്ടൊരു ഇത് വന്ന സമയത്ത്, സൂര്യഗ്രഹണം വന്ന സമയത്താണ് കുരുക്ഷേത്രത്തിലെ പുണ്യതീർത്ഥത്തിൽ ബ്രഹ്മസരോവരം എന്ന് പറഞ്ഞൊരു സരോവരമുണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടോ കുരുക്ഷേത്രം? അതെ അതെ ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ബ്രോ, പ്രദേശം പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ കുളമുണ്ട്, ഒരു വലിയ ആ കണ്ടിട്ടുണ്ട്. കുളമാണത്, ബ്രഹ്മസരോവർ. അപ്പൊ അവിടെ പോയി കുളിക്കാൻ വേണ്ടിയാണ്, നമുക്കറിയാമല്ലോ, പല വ്യക്തികളും വരും, വൃന്ദാവനവാസികൾ വരും, ദ്വാരകാവാസികൾ വരും. അങ്ങനെ ആ സമയത്ത് ദ്വാരകാവാസിയായി അറിയപ്പെട്ടിരുന്ന കൃഷ്ണൻ വാസ്തവത്തിൽ വൃന്ദാവനവാസിയാണ്. വൃന്ദാവനം വിട്ട് കൃഷ്ണൻ പുറത്തു പോവാറില്ല. പക്ഷെ എന്നാലും ദ്വാരകാവാസിയുടെ വേഷത്തിൽ വന്ന കൃഷ്ണനെ വ്രജവാസികൾ വന്നിട്ട് എന്തിനവിടെ നിൽക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞില്ലേ വരൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് എന്തായിട്ട് മാറുന്നത്? രഥയാത്ര. ജഗന്നാഥ് രഥയാത്രയായിട്ട് പിന്നീട് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും, ഗ്രഹണമുള്ള സമയത്ത്, അവിടെ സൂര്യഗ്രഹണമായിരുന്നു, ആ സമയത്ത് അവരെല്ലാവരും കുളിക്കാൻ വേണ്ടി പുണ്യതീർത്ഥത്തിലേക്ക് വന്നു. അതേപോലെ തന്നെ ഇവിടെ ഈ ചന്ദ്രഗ്രഹണം, ഭഗവാന്റെ നിയോഗം എന്നുള്ള രീതിയിൽ ചന്ദ്രഗ്രഹണം ഉണ്ടായി. പക്ഷേ ചൈതന്യ ഭാഗവതത്തില് മറ്റൊരു എക്സ്പ്ലനേഷനും കൂടി കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഭക്തദാസ് പ്രഭു പറഞ്ഞായിരുന്നു. അതായത് എന്തുകൊണ്ട് അന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടായി എന്നുള്ളതിന് മറ്റൊരു വിവരണം. അതായത് എല്ലാ സൗന്ദര്യങ്ങളുടെയും എല്ലാ അഴകിൻ്റെയും ആദിമൂലമായ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാന് സൗന്ദര്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാകുന്ന ആര്? ആ രാധാറാണി, ശ്രീമതി ശ്രീമതി രാധാറാണി, റൈറ്റ്? അപ്പൊ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആർക്കാണ് കൂടുതൽ സൗന്ദര്യം? ശ്രീകൃഷ്ണ ഭഗവാനാണോ സൗന്ദര്യം കൂടുതൽ? ഏറ്റവും സൗന്ദര്യം ശ്രീകൃഷ്ണ ഭഗവാനാണോ ഏറ്റവും സൗന്ദര്യം, അതോ ശ്രീമതി രാധാറാണിക്കാണോ ഏറ്റവും സൗന്ദര്യം? ആ ചോദ്യത്തിന് ശ്രീമതി രാധാറാണി. തന്നെ സംശയമില്ല. ഉത്തരം പൂർണ്ണമായും ശരിയല്ല. മോഹിനി. ആർക്കാണ് കൂടുതൽ സൗന്ദര്യം എന്ന് ചോദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനാണോ ശ്രീമതി രാധാറാണിക്കാണോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കണോ? വേണം. നോക്കുന്നവരുടെ കണ്ണിലാണ്. ഉത്തരം ചൈതന്യ മഹാപ്രഭു. ഹരിബോൾ. ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീമതി രാധാറാണിയും കൂടി സംയുക്തമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം. അതുകൊണ്ടാണ് ചൈതന്യ ചന്ദ്ര എന്നൊരു വാക്കുണ്ട്, അല്ലേ? ചന്ദ്രനെ പോലെ. നമുക്ക് ഉപമിക്കാൻ പറ്റുന്ന ഈ ലോകത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചന്ദ്രനുമായിട്ട് ഉപമിക്കാം ഭഗവാന്റെ സൗന്ദര്യത്തെ, അല്ലെങ്കിൽ പിന്നെ താമര പോലെ ഉണ്ടെന്ന് പറയാം, അല്ലേ? വേറെന്തൊക്കെയാ സാധാരണ സൗന്ദര്യത്തെ ഉപമിക്കാൻ വേണ്ടി ഭഗവാന്റെ സൗന്ദര്യം എന്തുമായിട്ടൊക്കെയാ ഉപമിക്കുന്നത്? പൂർണ്ണചന്ദ്രനുമായി. പിന്നെ വേറെന്തുണ്ട്? സൂര്യനെ പോലെ. സൂര്യനെ പോലെ. ഓക്കെ. ഭഗവാന്റെ എല്ലാം താമരയോട് റിലേറ്റ് ചെയ്താ പറയുന്നത്, ഇല്ലേ? താമര, അത് ഞാൻ പറഞ്ഞാണ്. വേറെന്തൊക്കെയാ ഉപമിക്കുന്നത്? ഭഗവാന്റെ ഈ കനലിന്റെ സ്വർണ്ണം എന്ന് പറയും. സ്വർണം എന്ന് പറയാം. പിന്നെ ഈ കനലിന്റെ ഭഗവാന്റെ ചുണ്ടിനെ നമ്മൾ ബിംബപ്പഴം എന്ന് പറയുന്ന ഒരു പഴവുമായിട്ട് നമ്മൾ ഉപമിക്കാറുണ്ട്, ഇല്ലേ? മുഹുശ്ചുംബിതം ബിംബരക്താധരം മേ. കേട്ടോർമ്മയുണ്ടോ ഈ വരി? ഓക്കെ ഓക്കെ ബ്രോ. ദാമോദരാഷ്ടകത്തില്. അപ്പൊ ഇങ്ങനെ ഓരോ അടസിപ്പൂക്കളുടെ നിറത്തോട് ഉപമിക്കാറുണ്ട്. പിന്നെ തമാല വൃക്ഷത്തോട് ഉപമിക്കാറുണ്ട്. ഉപമിക്കാറുണ്ട്. തമാല വൃക്ഷവുമായിട്ട്.
എന്താണ് ഭൃംഗാംഗനൈവ മുകുളാഭരണം തമാലം, ഒരു മറ്റെന്തായിരുന്നു അതിന്റെ ഫസ്റ്റ് മറന്നുപോയി, ഒരു ശ്ലോകമുണ്ട്, ഒരു അഷ്ടകമുണ്ട്, ഫേമസ് ആണ്. ആ, നീലാംബരം, അമ്പരത്തോട് പറയും. ആ, നീലാംബരം നീലമേഘത്തോട് ഉപമിക്കാറുണ്ട് അങ്ങനെ പറയും. അല്ലേ? ഓ, മീനാണ്. നീലമേഘം. മറ്റേ ഈ പാട്ടുണ്ടല്ലോ, എന്താണ് കായാമ്പൂവൻ എന്നൊരു പാട്ടുണ്ട് അല്ലേ? കായാമ്പൂവിനോട് ഉപമിക്കാറുണ്ട്, കരിവണ്ടിനോട് ഉപയോഗിക്കാറുണ്ട്. കരിവണ്ടിനോട് ഉപമിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ സൗന്ദര്യത്തെ പലതുമായിട്ട് ഉപമിക്കാറുണ്ട്. പക്ഷേ ഒരു ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ആണെന്ന് തോന്നുന്നു, എന്തൊരു ആരോ എഴുതിയെന്ന് ഓർമ്മയില്ല. ആ ഭക്തൻ പറയാണ്, ആ ഗ്രന്ഥത്തിൽ പറയാണ്, വാസ്തവത്തിൽ ശ്രീകൃഷ്ണനെ കാണുന്ന സമയത്ത് ഇങ്ങനെ പല സുന്ദരമായ ഉപമകളിലൂടെ ഭഗവാനെ പ്രകീർത്തിച്ച ആ ഭക്തൻ വാസ്തവത്തിൽ ഭഗവാനെ കാണുന്ന സമയത്ത് ആ ഭക്തൻ അത്രയും ദുഃഖവും കുറ്റബോധവും തോന്നുന്നാണ് പറയുന്നത്. ഹരിബോൾ, ഹരേ കൃഷ്ണ. എന്തുകൊണ്ട്? അതിനേക്കാളൊക്കെ അപ്പുറമാണ്. അതൊന്നും അതായത് വർണ്ണിക്കാൻ വാക്കുകളില്ലാത്തതുകൊണ്ട്. ഇങ്ങനെയുള്ള കൃഷ്ണ അങ്ങേ പോയിട്ട് ഞാനൊരു താമരയോട് ഉപമിക്കുന്ന ഒരു മണ്ടത്തരം ചെയ്തല്ലോ, അതുപോലെ ഒരു തമാല വൃക്ഷവുമായിട്ട് ഞാൻ ഉപമിച്ചല്ലോ, ഒരു കാർമേഘമായിട്ട് ഉപമിച്ചല്ലോ, അതെവിടെ അങ്ങെവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു ദുഃഖവും കുറ്റബോധവും തോന്നുന്നാണ് പറയുന്നത്. സോ പറഞ്ഞു വരുന്നത്, ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്രയും ഒരു സൗന്ദര്യം ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുമ്പോൾ കൃഷ്ണനും രാധാറാണിയും കൂടെ ചേരുമ്പോൾ ആ ഒരു സൗന്ദര്യത്തിന്റെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, ഇല്ലേ? അപ്പൊ അത്രയും സൗന്ദര്യത്തോടെ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു വരുന്ന സമയത്ത്, ചൈതന്യ ചന്ദ്രൻ അവതരിച്ചു വരുന്ന സമയത്ത് യഥാർത്ഥ ആകാശത്തുള്ള ചന്ദ്രൻ വിചാരിച്ചു, ഇനി ഞാൻ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം, അല്ലേ? എന്റെ ഈ പറയുന്ന ശശാങ്കൻ എന്ന് പറയും ചന്ദ്രനെ, അല്ലെ? ശശം എന്ന് വെച്ചാല് ശശി എന്ന് പറയും, ശശാങ്കം എന്ന് പറയും, മുയൽ. മുയൽ. ഇപ്പൊ ശശാങ്ക മുയലിന്റെ മുഖത്തുള്ളതുപോലെ, മുയലിനെ പോലെ ഉണ്ടോ കാണാൻ? അതിന്റെ ഓട്ടയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാല്, അല്ലേ? ചന്ദ്രനില് എന്താ പറയാ, ഹോൾസ് ഉണ്ട്, ക്രേറ്റേഴ്സ് എന്ന് പറയും, വലിയ ആഴത്തിലുള്ള ഇതുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു മുയലിന്റെ മുഖം പോലെ കാണാൻ തോന്നും. വെള്ളയാണ് മുയൽ പോലെ. ഒരു 3 മീശ കുട്ടികളൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ചന്ദ്രൻ കണ്ട മുയലിന് പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സൗന്ദര്യത്തിൽ കളങ്കമുള്ള ചന്ദ്രൻ യഥാർത്ഥ ചൈതന്യ ചന്ദ്രനെ കണ്ട സമയത്ത് ലജ്ജ തോന്നി മുഖം മറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടായത് എന്ന് ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നു. കാര്യം ചൈതന്യ മഹാപ്രഭുവിന്റെ സൗന്ദര്യം കണ്ട സമയത്ത് ഈ ചന്ദ്രന് വിചാരിച്ചു, ഇനി ഞാൻ നിന്നിട്ട് കാര്യമില്ല, വെറുതെ ഭഗവാന്റെ സൗന്ദര്യത്തിന് മുമ്പില് എൻ്റെ ഈ വൃത്തികെട്ട മുഖം കാണിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു പോരായ്മ ഉണ്ടാക്കണ്ട, ഒരു കുറവുണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ സ്വയം മുഖം മറച്ചു. അങ്ങനെ ചന്ദ്രഗ്രഹണം ഉണ്ടായി എന്ന് ഒരു സുന്ദരമായ ഒരു ചൈതന്യ ഭാഗവത വിവരണം. എന്തായാലും ചന്ദ്രഗ്രഹണം കാരണം അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളൊക്കെ, വൈദിക സംസ്കാരം പാലിക്കുന്നവരൊക്കെ ഗംഗയിലും പുണ്യനദികളിലൊക്കെ പോയി ഹരി ഹരി എന്ന് പറഞ്ഞ് കീർത്തനം ചെയ്തുകൊണ്ട് അവര് സ്നാനം ചെയ്യുന്നു. ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നു, അത് കണ്ട സമയത്ത് മറ്റ് അവിടെ എന്താണ് വൈദിക സംസ്കാരം പാലിക്കാത്ത മറ്റ് വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. മറ്റ് എന്താണ് പറയുക, യവനന്മാരുണ്ടായിരുന്നു, മ്ലേച്ഛന്മാരുണ്ടായിരുന്നു. അങ്ങനെ സ്വഭാവം കൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ അവരൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇവരൊക്കെ എന്താ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹരി 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 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഈ കളിയാക്കുന്ന തരത്തില് ചിലപ്പോ ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. ചിലപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ, ചിലപ്പോൾ ഗായത്രി മന്ത്രത്തിനൊക്കെ കളിയാക്കുന്ന രീതിയിൽ പലപ്പോഴും സിനിമകളിലും ഒക്കെ കാണാറുണ്ട്. എന്തും കളിയാക്കാം, ഇല്ലേ? അപ്പൊ ആ രീതിയിൽ ഹരിഹരി എന്ന് പറയുന്ന ഇവര് നാമം ജപിക്കുമ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് മറ്റുള്ളവര് പരിഹാസ രൂപത്തില് അവരും ഹരിഹരി എന്ന് ചൊല്ലാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പരിഹാസം കൊണ്ടോ, അതൊരു ശ്ലോകം ഉണ്ടല്ലേ, സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവച്ച വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘഹരം വിദുഹു എന്ന് പറയാറുണ്ട്. സാങ്കേത്യം മറ്റൊന്നായി കരുതിയിട്ടെങ്കിലും, ജ്ഞാനപ്പാനയിൽ പറയുന്ന പോലെ, അല്ലെ? മറ്റൊന്നായിട്ട് നമ്മൾ അതായത് നമ്മൾ വിളിക്കുന്നത് ചിലപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളെ ആയിരിക്കും, പക്ഷെ അവിടെ കൃഷ്ണ എന്ന് വിളിച്ചു അറിയാതെ,
അജാമിളന്റെ കഥയിൽ പറയുന്ന പോലെ മകനെയാണ് വിളിച്ചത്, പക്ഷെ നാരായണൻ എന്നുള്ള പേര് ശബ്ദിച്ചു. അതാണ് സാങ്കേത്യം. മറ്റൊന്നിനെ എന്താ പറയുക, ഇൻഡിക്കേറ്റിംഗ്, ഇഷാര, ഒരു ആ, മറ്റൊന്നായി സങ്കല്പിച്ചിട്ട് സാങ്കേത്യം. ആ, പിന്നെ അത് ഒരു ഡിവോട്ടി പറയുമായിരുന്നു, നമ്മുടെ കേരളത്തില് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, പണ്ടത്തെ കാര്യമാണ്, ഇന്നൊക്കെ ഓൺലൈനായി ആപ്പിലാണ് ഈ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ പണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ആൾക്കാർ ഈ ഓഹരി ഓഹരി എന്ന് പറയും, ഇല്ലേ? അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവർക്ക് ആധ്യാത്മിക പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഓ ഹരി. ഓഹരി, റൈറ്റ്, നല്ലൊരു പേരാണ്. ഓഹരി. അതുപോലെ ഹരി. ഓഹരി, അതുപോലെ മലേഷ്യൻ ഹറാം പറഞ്ഞിട്ട് കിട്ടി, ഹറാം പറഞ്ഞിട്ട് കിട്ടി. ഹറാം, പ്രഭുപാദ് ഹറാം എന്ന് പറയാറുണ്ട്, അല്ലെ? ഒരു ഹലാൽ ഹറാം, ഹറാം ഹറാം എന്ന് പറഞ്ഞിട്ട് അവര് റാം റാം എന്ന് ജപിക്കുകയാണ്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ മലേഷ്യയില് മലൈ ലാംഗ്വേജില് ചിത്രശലഭത്തിന് പേര് രാമരാമ എന്നാണ്. ബട്ടർഫ്ലൈക്ക് പേര് രാമരാമ എന്നാണ്. അതുപോലെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. പ്രഭുപാദ് ഒരു പ്രാവശ്യം ഈ ഷിക്കാഗോ, അമേരിക്കയിലെ ഷിക്കാഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എയർപോർട്ടിൽ പോയി. അപ്പോ ആ എയർപോർട്ടിന്റെ പേര് ഓഹാർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. O'HARE, ഓഹാർ ഇന്റർനാഷണൽ എയർപോർട്ട്. അതാണ് അവിടുത്തെ ഷിക്കാഗോ നഗരത്തിന്റെ വിമാനത്താവളത്തിന്റെ പേര്. ഇപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഇത്രയും ചെയ്തതിൽ ഒരു കൃഷ്ണാവും കൂടെ അവിടെ ആഡ് ചെയ്യൂ, ഞാൻ പറഞ്ഞു എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് ശിഷ്യന്മാരുടെ അടുത്ത് പറയും. അത് ആഡ് ചെയ്ത ഓ ഹരേ കൃഷ്ണ എയർപോർട്ട് എന്നായി. സോ അങ്ങനെ പോയി പ്രഭുപാദ് പറയാൻ പറയും. ആൻഡ് ആ ശിഷ്യന്മാർ പ്രഭുപാദിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അവർ പോയി പറയുകയും ചെയ്തു. ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല, പക്ഷെ അറിയില്ല അടുത്തത് എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു നമുക്കറിയില്ല. ഇപ്പോ പുട്ടിൻ വന്ന് ഭഗവത്ഗീത എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കാമെങ്കിൽ ഇതും ഒരു ദിവസം സംഭവിക്കും, റൈറ്റ്? അപ്പോ അങ്ങനെ എല്ലാവരും നാമം ജപിക്കുന്ന സമയത്ത് ആദ്യം ദിവ്യനാമത്തെ പ്രത്യക്ഷമാക്കിയ ശേഷം ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. സോ സാധാരണ ആദ്യം അവതാരം വരും, പിന്നെ അവതാര ദൗത്യം വരും. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ കേസിൽ ഭഗവാൻ അവതരിക്കുന്നതിന് മുൻപ് തന്നെ ഒരു കുറച്ച് നിമിഷങ്ങൾ മുൻപ് തന്നെ ഹരിനാമം എല്ലായിടത്തും അവതരിച്ചു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നു, ഹരേ കൃഷ്ണ. റൈറ്റ്? സോ അതങ്ങനെയാണ് പറയുന്നത്. സാധാരണ മറ്റ് അവതാരങ്ങളിലൊക്കെ അവതാരം ആദ്യം അറിയപ്പെടും. ശ്രീകൃഷ്ണൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശങ്ങളും ദൗത്യങ്ങളും ഇന്നുപോലും ശരിക്കും ആൾക്കാർക്ക് അറിയില്ല, അല്ലെ? കൃഷ്ണനെ ആരാധിക്കുന്ന പല വ്യക്തികളും കൃഷ്ണന്റെ ഫിലോസഫി ശരിക്കും മനസ്സിലാക്കാതെ മായാവാദം പറഞ്ഞു നടക്കുകയാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ കേസിൽ നേരെ തിരിച്ചായിരിക്കും. ഇന്നും ചൈതന്യ മഹാപ്രഭുവിനെ പലർക്കും അറിയില്ല, ശരിയല്ലേ? ചൈതന്യ മഹാപ്രഭുവിനെ പലർക്കും അറിയില്ല, പ്രഭുപാദിനെ പലർക്കും അറിയില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ ദൗത്യം ഹരിനാമ സങ്കീർത്തനം ലോകപ്രശസ്തമാണ്. ഇന്ന് കീർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ മ്യൂസിക്കില് ജോണേഴ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ജോണേഴ്സ് എന്ന് പറഞ്ഞാല് സംഗീത ശൈലി. റോക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും, റോക്ക് മ്യൂസിക്. മലയാളത്തിൽ പറഞ്ഞാൽ പാറ സംഗീതം, ഓഫ് ബ്രാഞ്ച്. അല്ലേ? റോക്ക് ഉണ്ട്, ജാസ് ഉണ്ട്, പോപ്പ് ഉണ്ട്, റാപ്പ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഓ കേട്ടിട്ടുണ്ട്. അപ്പൊ പല സ്റ്റൈല്. കേട്ടിട്ടുണ്ട് ബ്രോ. എന്താണ് ഈ പല സംഗീത ശൈലികളുണ്ട്. റോക്ക്, ജാസ്, പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ബ്ലൂസ് ഒരു ശൈലിയുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ മെറ്റൽ, ഹെവി മെറ്റൽ എന്നൊരു സ്റ്റൈലുണ്ട്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ, പാശ്ചാത്യ സംഗീതത്തിന്റെ പല ശൈലികൾ പറയാറുണ്ട്.
ആ ശൈലികളുടെ കൂടെ ഇപ്പൊ കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് കീർത്തൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ശൈലി ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാമോ? അത് സംഭവിച്ചിട്ടുണ്ട്. കീർത്തൻ എന്ന് പറഞ്ഞിട്ടൊരു ശൈലി വെസ്റ്റേൺ മ്യൂസിക്കിൽ അത് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രഭാവമാണ്, ശ്രീല പ്രഭുപാദിന്റെ പ്രഭാവമാണ്. പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ പോയിട്ട് ലോകത്തിൽ പല മാറ്റങ്ങളും നമ്മളറിയാതെ മാറ്റങ്ങൾ വരുന്നു. പല വ്യക്തികളും വെജിറ്റേറിയനായി തീരുന്നുണ്ട് ഇന്ന്. പല വ്യക്തികളും നിരീശ്വരവാദികളായിരുന്നവർ ഈശ്വര വിശ്വാസം കൂടി വരുന്നവരുണ്ട്. ഇങ്ങനെ നമ്മൾ അറിയാതെ എന്താ പറയുക, ഗ്രാസ് റൂട്ട്സ് എന്ന് പറയും, ഭൂമിക്ക് അടിയിൽ എന്ന് പറയുന്ന പോലെ അണ്ടർഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ കാരണം, ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം കാരണം മാറ്റങ്ങൾ നമുക്ക് കണ്ടുവരാൻ നേരമെടുക്കും. പക്ഷെ എന്നാൽ ആ മാറ്റങ്ങൾ അടിത്തറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അതായത് ആദ്യം മഹാപ്രഭുവിന്റെ ദൗത്യം സ്ഥാപിക്കപ്പെടും. അതിനുശേഷം ഇത് ആരാണ്, ഇതിന് പുറകിലുള്ള ഏത് വ്യക്തിത്വമാണ്, എങ്ങനെ ഇത് സംഭവിച്ചു, ആരാണ് ഇത് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ചിന്താസരണിക്ക് ജന്മം നൽകിയത് എന്ന് പറഞ്ഞ് ആൾക്കാര് അന്വേഷിച്ചു വരുന്ന സമയത്തായിരിക്കും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ആൾക്കാർ അറിയും. ആദ്യം ദൗത്യം നടക്കും, അതിനുശേഷം ആ വ്യക്തിത്വം പ്രകാശിക്കും. അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീല. അതേപോലെ തന്നെയാണ് പ്രഭുപാദ്. പലർക്കും ഇസ്കോൺ അറിയാം. ഇസ്കോൺ ഫേമസ് ആണ് ഇപ്പോൾ ലോകത്ത് എവിടെ പോയാലും. ഇസ്കോൺ ടെമ്പിൾ എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രഭുപാദ് ഈ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ പേരിലല്ല, ഭക്തിവേദാന്ത സ്വാമി മഠം എന്നുള്ള രീതിയിലല്ല കൊടുത്തത്, ഇല്ലേ? അതുകൊണ്ട് പ്രഭുപാദിനെ പലർക്കും അറിയില്ല, പക്ഷെ ഈ പ്രസ്ഥാനം എല്ലാവരും അറിയും. സോ അതൊരു പ്രത്യേകതയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അവതാരത്തിന്റെ പ്രത്യേകത. ദൗത്യമാദ്യം, വ്യക്തി പിന്നെ. അതേപോലെ പ്രഭുപാദും അതേ രീതിയിൽ വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറച്ചുകൂടെ വായിച്ചാലോ മുന്നോട്ട്? എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 3:45 വരെ വായിക്കാം. മറ്റാർക്കെങ്കിലും അടുത്തൊരു ചാൻസ് വരാരെങ്കിലും വായിക്കുന്നോ? താങ്ക് യു അജിത് കുമാർ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. സമയമില്ല, ആരെങ്കിലും പെട്ടെന്ന് അടുത്തൊരാൾ വായിക്കുക. കൃഷ്ണ ബ്രോ, ഇനിയിപ്പോ ശ്ലോകം ഏതാണ് ബ്രോ? 19. 22. 22 വരെ വായിച്ചു. 23. വായിക്കാം അല്ലേ? ഓക്കെ. ഹരേ കൃഷ്ണ. ശ്ലോകം 23. ബാല്യഭാവ ചലെ പ്രഭു കരന ക്രന്ദന കൃഷ്ണ ഹരി നാമ ശുനി രഹയരോദന. വിവർത്തനം. ശിശുവായിരുന്നപ്പോൾ അവിടുന്ന് കരയുന്നതിനിടയിൽ കൃഷ്ണന്റെയും ഹരിയുടെയും ദിവ്യനാമങ്ങൾ കേട്ടാലുടൻ കരച്ചിൽ നിർത്തുമായിരുന്നു. ശ്ലോകം 24. അതയേവ ഹരി ഹരി ബലെ നാരികേണ ദേഖിദേ ആസീദേ യേബ സർവബന്ധുജന. വിവർത്തനം. ശിശുവിനെ കാണാൻ വന്ന ബന്ധുജനങ്ങളായ സ്ത്രീകൾ കുട്ടി കരഞ്ഞാൽ ഹരി ഹരി എന്ന് ദിവ്യനാമങ്ങൾ ജപിക്കുമായിരുന്നു. ശ്ലോകം 25. ഗൗരഹരി ബലികാരേ ഹാസ്യ സർവനാരി അതയേവ ഹൈലതാന്റെ നാമ ഗൗരഹരി. വിവർത്തനം. ഈ തമാശ കണ്ട സ്ത്രീകൾ രസിച്ചു ചിരിച്ചുകൊണ്ട് കുട്ടിയെ ഗൗരഹരി എന്ന് വിളിച്ചു. അപ്പോൾ മുതൽ ഇത് മഹാപ്രഭുവിന്റെ മറ്റൊരു പേരായി മാറി. ഹരേ കൃഷ്ണ. ഇതില് ഒരു പോയിന്റ്, ഈ ഹരി ഹരി എന്ന് ജപിക്കുമ്പോ, ഹരി എന്ന് ചൊല്ലുമ്പോ കുട്ടി കരച്ചിൽ നിർത്തുമായിരുന്നു. അതുകൊണ്ട് കുട്ടിക്ക് തന്നെ അവര് ഹരി എന്ന് പേരിട്ടു. പക്ഷെ ഹരി സാധാരണ ഈ പറയുന്ന പോലെ കാർമേഘത്തിന്റെ അല്ലെങ്കിൽ ശ്യാമ നിറത്തിലാണ് ഉണ്ടാവും. പക്ഷെ ഇവിടെ വെളുത്തിരിക്കുകയാണല്ലോ, അല്ലെ? സ്വർണ്ണ നിറത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് വെളുത്ത ഹരി എന്നുള്ള രീതിയിൽ ഗൗരഹരി എന്ന് പേര് വന്നു. ഹരിബോൾ. ഗൗരഹരി, ഹരി പോലല്ല, ഗൗരഹരി. ഗൗരഹരി. വെറുമല്ല, സ്വർണത്തിന്റെ തീയിൽ കിടന്ന് തിളങ്ങുന്ന സ്വർണത്തിന്റെ നിറം എന്നാ പറഞ്ഞു. അതെ അതെ അതെ. വായിച്ചോളൂ.
ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ് പ്രഭു. ഹരികൃഷ്ണ, ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഹരി ഹരി ബോൾ അല്ലെങ്കിൽ ഗൗരഹരി എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് അതിലൊന്നും അതിശയം തോന്നില്ല, അല്ലേ? കാരണം ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒന്ന് വിളിച്ചാലോ? ഇപ്പൊ എന്താ അവസ്ഥ ഉണ്ടാവും? നമ്മള് തല്ലിക്കൊല്ലോ ആരെങ്കിലും. ഇപ്പോ നമ്മൾ വിളിക്കുക, നമ്മളതൊരു പുതിയൊരു, എല്ലാരും ഓരോ ട്രെൻഡ് കൊണ്ടുവരുമല്ലേ. മാറ്റം വരും തീർച്ചയായിട്ടും. യെസ് പ്രഭു, വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരിഗോവിന്ദ പ്രഭു ഇപ്പൊ ഈ മൊബൈലിൽ തന്നെ ജോയിൻ ചെയ്ത് വായിക്കും. ഏതാ? 26 ശ്ലോകം 26 ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം. ബാല്യവയസ്സയാവാത് ആദേ ഘടിലില പൗഗണ്ഡ വയസ്സയാവ വിവാഹന കൈല. അവിടുത്തെ ബാല്യകാലം, വിദ്യാരംഭം, അതായത് ഹാതേ കടി അഥവാ കയ്യിൽ എഴുത്താണി നൽകുന്ന ചടങ്ങ് വരെ നീണ്ടു. ബാല്യത്തിന്റെ അവസാനം മുതൽ വിവാഹിതനാകുന്നത് വരെയുള്ള പ്രായം പൗഗണ്ഡം എന്ന് വിളിക്കപ്പെടുന്നു. ശ്ലോകം 27. വിവാഹ കരിലേ ഹൈല നവീന യൗവന സർവത്ര ലവോയൈല പ്രഭു നാമ സങ്കീർത്തന. വിവാഹത്തിന് ശേഷം അവിടുത്തെ യൗവനം ആരംഭിച്ചു. യൗവനത്തിൽ മഹാപ്രഭു എവിടെയും എല്ലായിടത്തും ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യാൻ സർവരെയും പ്രേരിപ്പിച്ചു. ശ്ലോകം 28. പൗഗണ്ഡ വയസ്സേ പഠേന പഠാന ശിഷ്യഗണേ സർവത്ര കരേനെ കൃഷ്ണ നാമരേ വ്യാഖ്യാനേ. പൗഗണ്ഡ പ്രായത്തിൽ ഗൗരവമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്ന മഹാപ്രഭു ശിഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് കൃഷ്ണന്റെ ദിവ്യനാമം എല്ലായിടത്തും വിശദീകരിക്കുന്ന ശീലമാക്കി. ശ്ലോകം 29. സൂത്രവൃത്തി പഞ്ചീടിക കൃഷ്ണേതേ താത്പര്യ ശിഷ്യരെ പ്രതീതഹയ പ്രഭാവേ ആശ്ചര്യ. വിവർത്തനം. വ്യാകരണം പഠിപ്പിക്കുമ്പോൾ കുറിപ്പുകളിലൂടെ അവ വിശദീകരിക്കാറുള്ള മഹാപ്രഭു ശിഷ്യന്മാരെ കൃഷ്ണ ഭഗവാന്റെ മഹിമകൾ പഠിപ്പിച്ചു. എല്ലാ വിശദീകരണങ്ങളും ചെന്നെത്തുന്നത് കൃഷ്ണനിലാണ്. ശിഷ്യന്മാർ നിഷ്പ്രയാസം അവ മനസ്സിലാക്കി. അവിടുത്തെ സ്വാധീനം അത്ര അത്ഭുതകരമായിരുന്നു. ഭാവാർത്ഥം ജശ്ല പ്രഭുപാദ് കി ജയ്. ശില ജീവഗോസ്വാമി 2 ഭാഗങ്ങളായി ഒരു വ്യാകരണം രചിച്ചു. ലഘു ഹരിനാമാമൃത വ്യാകരണവും ബൃഹത് ഹരിനാമാമൃത വ്യാകരണവും. ഈ 2 വ്യാകരണ ഗ്രന്ഥങ്ങളും പഠിക്കുന്ന പക്ഷം ഒരേ സമയം സംസ്കൃത ഭാഷയിലെ വ്യാകരണ നിയമങ്ങളും ഒരു മഹാകൃഷ്ണ ഭക്തനാകേണ്ടത് എങ്ങനെയെന്നും അഭ്യസിക്കാം. ഒരേ സമയം സംസ്കൃത ഭാഷയിലെ വ്യാകരണ നിയമങ്ങളും ഒരേ മഹാകൃഷ്ണ ഭക്തനാകേണ്ടതെന്ന് അഭ്യസിക്കാം. ചൈതന്യ ഭാഗവതം മധ്യഖണ്ഡം 1-ാം അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭു വ്യാകരണം പഠിപ്പിച്ചിരുന്ന രീതിയെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയുണ്ട്. വ്യാകരണ സൂത്രങ്ങൾ കൃഷ്ണന്റെ ദിവ്യനാമം പോലെ ശാശ്വതമുള്ളതായിരിക്കണമെന്നും ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു വിശദീകരിച്ചു. ഭഗവത്ഗീതയിൽ 15:15 പറഞ്ഞിട്ടുള്ള പോലെ വേദൈശ്യ സർവൈർ അഹമേവ വേദ്യ. എല്ലാ വേദശാസ്ത്രങ്ങളുടെയും അർത്ഥം ഭാവാർത്ഥം കൃഷ്ണനെ അറിയലാണ്. അതുകൊണ്ട് ഒരു വ്യക്തി കൃഷ്ണനല്ലാത്ത എന്തിനെയെങ്കിലും കുറിച്ച് വിശദീകരിക്കുന്ന പക്ഷം അയാൾ ജീവിത ലക്ഷ്യം സഫലമാക്കാതെ കഠിനാധ്വാനം ചെയ്ത് സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണനെ കുറിച്ച് മനസ്സിലാകാത്ത ഒരു അധ്യാപകനെ മനുഷ്യവർഗത്തിലെ അധമനായി കാണണം. ഭഗവത്ഗീത 7:15 പ്രസ്താവിച്ചിട്ടുള്ള പോലെ നരാധമ മായയാ അപകൃത ജ്ഞാനം, വേദശാസ്ത്രങ്ങളുടെ അന്തസത്ത അറിയാതെ അധ്യാപകനാകുന്ന ഒരാളുടെ അധ്യാപനം അസ്വസ്ഥത ഉളവാക്കുന്ന കഴുതയുടെ കരച്ചിൽ പോലെ ആവുന്നു. ശ്ലോകം 30. ഹരേ കൃഷ്ണ. ഇവിടെ നിർത്താം ബ്രോ. അതായത് ഇതിൽ 1-2 കാര്യങ്ങൾ മാത്രം. ഇവിടെ ഈ ബാല്യകാലത്തിലൊരു ലീലയുണ്ട്, സമയമുണ്ടോ പറയാൻ? 26. അടുത്ത ദിവസം പറയാം. ഇതൊന്നും ഓർമ്മിപ്പിച്ചാൽ മതി, കുറച്ച് പറയാനുണ്ട്. നാളെ ഇതൊന്ന് വെച്ച് തുടങ്ങാം. 26 ഒരു ലീലയുണ്ട്. പിന്നെ 29 ഇതുണ്ട്. അതായത് ഹരിനാമാമൃത വ്യാകരണം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ജീവഗോസ്വാമി എഴുതിയിട്ടുണ്ട്. 2 ഭാഗങ്ങളുണ്ട്, ലഘുവും ബൃഹത്തും.
അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ സംസ്കൃതവും പഠിക്കാം, ഒരു മഹാകൃഷ്ണഭക്തനാകേണ്ടത് എങ്ങനെയെന്ന് അഭ്യസിക്കാം, അല്ലെ? രണ്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ സംഭവിക്കും. വാസ്തവത്തിൽ ഇത് നോക്കുമ്പോൾ പ്രഭുപാദിന്റെ പുസ്തകങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പല വ്യക്തികളും ഉണ്ട്, ഭക്തന്മാരുണ്ട്, കുട്ടികൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ പഠിച്ച് അവർ ഇംഗ്ലീഷും പഠിച്ചു ഭക്തന്മാരുമായി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. ലോകത്ത് എവിടെയില്ലാത്ത ട്രാൻസെൻഡന്റൽ, പിന്നെ എന്താണ്, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അൺഅലോയ്ഡ് ഡിവോഷണൽ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്. വാസ്തവത്തില് പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിച്ച് ഒരു നല്ല ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വന്ന പല വ്യക്തികളും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് പറയാൻ തോന്നി. പിന്നെ ഇതും പറയുന്നുണ്ട്, നമ്മള് എന്ത് ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും, അതിൻ്റെ നമ്മുടെ തൊഴിൽ ഏത് ചെയ്യുകയാണെങ്കിലും ആ തൊഴിലിലൂടെ നമുക്ക് കൃഷ്ണനെ കണ്ടെത്താൻ സാധിക്കണം, റൈറ്റ്? അതായിരിക്കും ആ തൊഴിലിന്റെ പക്വത. നമ്മളിവിടെ കൊച്ചിയിൽ സോൾ ഫീസ്റ്റ് എന്നൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശം ഇതാണ്. അതായത് ചില ആൾക്കാർ ഡോക്ടർമാരായിരിക്കാം, എഞ്ചിനീയർമാരായിരിക്കാം, ചിലര് പൈലറ്റ്മാരായിരിക്കാം, ചിലര് അക്കൗണ്ട്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവരവരുടെ ആ തൊഴിൽപരമായിട്ടുള്ള വിജ്ഞാനത്തിൽ തന്നെ ആധ്യാത്മികത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുവഴി അവർക്ക് കൃഷ്ണനെ ആരാധിക്കാൻ സാധിക്കും, റൈറ്റ്? അത് ശ്രീല പ്രഭുപാദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകം 1:5:22 ആ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. ഇദം ഹി പുംസസ് തപസശ്രുതസ്യ വാ സ്വിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഃ അവിച്യുതോർത്ഥ കവിഭിർ നിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അത് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കുക. ശ്രീമദ് ഭാഗവതം 1:5:22. നമ്മുടെ തൊഴില് എന്താണോ ആ തൊഴില് വഴി നമുക്ക് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഇവിടെ ജീവഗോസ്വാമി സംസ്കൃത വ്യാകരണം വഴി ഒരു വ്യക്തിയെ കൃഷ്ണനിലേക്ക് കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ ഏത് തൊഴിൽ മേഖലയാണെങ്കിലും ആ മേഖലയിലൂടെ നമുക്ക് ആ അറിവിനെ തന്നെ ഒരു കൃഷ്ണാബോധപരമായി അതിനെ അവതരിപ്പിക്കാനുള്ള ബുദ്ധിയും സാധ്യതയും ഉണ്ട്. അപ്പൊ അതിനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ തൊഴിൽ വഴി നമുക്ക് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാം. ഇനി അങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു അധ്യാപകനെ മനുഷ്യവർഗത്തിലെ അധമനായി കാണണം. ജ്ഞാനപ്പാനയിൽ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ, ബാക്കി എന്താണ്? വിദ്വാൻ എന്നോ നടിക്കുന്നു ചിലർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വിദ്യയാണെങ്കിലും നമ്മൾ അഭ്യസിക്കുന്നത്, പക്ഷെ ആ വിദ്യയിലൂടെ അറിയേണ്ടത് കൃഷ്ണനെയാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, കേട്ടിട്ടുണ്ടോ? വളരെ ഫേമസ് ആയ ശ്ലോകം, ത്വമേവ മാതാച പിതാ ത്വമേവ മൂന്നാമത്തെ ലൈൻ എന്താണ്? ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ. അങ്ങാണ് അറിവ്, അങ്ങാണ് അറിവിന്റെ ലക്ഷ്യം. ദ്രവിണം എന്ന് പറഞ്ഞാൽ വില, ഇത്, റൈറ്റ്? അത് കൃഷ്ണനാണെന്ന് പറയുന്നു. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ അധ്യാപകൻ. അങ്ങനെ അല്ലെങ്കിൽ ഇതുകൊണ്ട് വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ ഉള്ളൊരു വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ, റൈറ്റ്? അപ്പൊ യഥാർത്ഥ വിദ്യ തന്നിരിക്കുന്നത് പ്രഭുപാദാണ് നമുക്ക് ഈ ഗ്രന്ഥങ്ങളിലൂടെ. അത് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദൗത്യമായിരിക്കണം. ഹരേ കൃഷ്ണ. ഇന്നത്തേക്ക് നിർത്താം. ഹരേ കൃഷ്ണ പ്രഭു. ഭാഗവത്തിൽ ഒരു ശ്ലോകമില്ലേ, പിതാന സസ്യ ഗുരുവിന സസ്യ ജനീന സസ്യ. ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കാത്തവൻ അച്ഛന അല്ല അമ്മയല്ല എന്ന് പറഞ്ഞൊരു ശ്ലോകം. ഇത് കേട്ടപ്പെട്ടെന്ന് തോന്നിയത് പോലെ. നമോചയേദ്യത് സമുപേത മൃത്യും. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ.